വെടിനിർത്തൽ പ്രഖ്യാപനങ്ങളില്ലാതെ ട്രംപ് സെലൻസ്കി കൂടിക്കാഴ്ച. യുക്രൈന് ഭാവിയിൽ സുരക്ഷ ഉറപ്പു നൽകാൻ വൈറ്റ് ഹൌസിൽ നടന്ന കൂടിക്കാഴ്ചയിൽ ധാരണയായി. അമേരിക്ക, റഷ്യ, യുക്രൈൻ ത്രികക്ഷി യോഗം നടത്താനും തീരുമാനമായി. ചർച്ചകൾക്കിടെ പുടിനുമായി 40 മിനിറ്റ് ട്രംപ് ഫോണിൽ സംസാരിച്ചു. അമേരിക്കയിലെ ന്യൂജേഴ്സിയിൽ നിന്ന് മധു കൊട്ടാരക്കരയും ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് പി ജെയിംസുമാണ് ചേരുന്നത്. ആദ്യം നമുക്ക് പോകേണ്ടത് മധു കൊട്ടാരക്കരയിലേക്കാണ്. മധു, ഗുഡ് ഈവനിങ്. ട്രംപ് പറയുന്നുണ്ട് 10ൽ 10 മാർക്കും ഒക്കെ കൊടുത്ത് നല്ലൊരു കൂടിക്കാഴ്ചയായിരുന്നു, ഇതിന്റെ ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആണ്, എല്ലാം നല്ല രീതിയിൽ കടന്നുപോയി എന്നൊക്കെ പറയുമ്പോഴും ഒരു അന്തിമ ധാരണയാകാൻ കഴിഞ്ഞില്ല. പക്ഷെ ആ ഒരു ധാരണയിലേക്കുള്ള ചുവടുവയ്പ് എന്നതിനെ കാണാമോ? ഇനി എന്നായിരിക്കും ഈ പറയുന്ന പോലെ ദ്വികക്ഷി ത്രികക്ഷി മീറ്റിംഗ്? ആദ്യം പുടിനും സെലൻസ്കിയും കൂടിക്കാഴ്ച നടത്തും, അതിനുശേഷം ഞാനും കൂടെ ഇരുന്ന് എന്ന് ട്രംപ് പറയുന്നുണ്ടല്ലോ, ത്രികക്ഷി യോഗം. ഗുഡ് മോർണിംഗ് ഹാഷ്മി. ക്രിസ്റ്റീന പറഞ്ഞതുപോലെ സെലൻസ്കിയെ അപമാനിച്ചു വിടുകയല്ലായിരുന്നു ചെയ്തത്. രണ്ട് ഭരണാധിപന്മാർ ഒരു വിഷയം സംസാരിച്ചപ്പോൾ ഉണ്ടായി വന്ന ആശയവ്യത്യാസവും അത് സംബന്ധിച്ചുള്ള തർക്കങ്ങളുമായിരുന്നു. തന്നെയുമല്ല, ട്രംപിനെതിരെ പരസ്യമായ നിലപാടെടുക്കുകയും പഴയകാല ചരിത്രങ്ങൾ ആവശ്യമില്ലാത്ത സമയത്ത് ഓർമ്മപ്പെടുത്തിയത് കൊണ്ടാണ് അത്തരം ഒരു വാക്തർക്കത്തിലേക്ക് വന്നത്. നമ്മൾ ആ പഴയ വീഡിയോ പരിശോധിച്ചാൽ അത് വ്യക്തമാവുകയും ചെയ്യും. കഴിഞ്ഞ പ്രാവശ്യം ഈ ഒറ്റയ്ക്ക് വന്ന് നിരാശനായിട്ട് പോയ ഒരു യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി ഇന്ന് അതേസമയം യൂറോപ്പിന്റെ ശക്തരായ ഭരണാധികാരികളുമായി സംഘം ചേർന്ന് അതൊരു ഒന്നൊന്നര വരവായിരുന്നു. പട്ടാളവേഷത്തിന് പകരം സ്യൂട്ടൊക്കെ ഇട്ടായിരുന്നു വന്നത്. കയ്യിലൊരു കത്തുണ്ടായിരുന്നു മെലനിയ ട്രംപിന് കൊടുക്കാനായിട്ട്, അദ്ദേഹത്തിന്റെ ഭാര്യ എഴുതിയ കത്ത്. യുക്രൈൻ യുദ്ധം ആരംഭിച്ചതിന് ശേഷം രാഷ്ട്രതലവന്മാരുടെ ഏറ്റവും വലിയ ചർച്ചയ്ക്ക് ഇന്ന് വൈറ്റ് ഹൗസ് വേദിയാവുകയായിരുന്നു. കൃഷ്ണൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബ്രിട്ടന്റെ കെയർ സ്റ്റാർമർ, അതുപോലെ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ, ട്രംപിന് ഏറെ പ്രിയപ്പെട്ട ഇറ്റലിയുടെ ജോർജിയ മെലോണി, അലക്സാണ്ടർ സ്റ്റബ് ഫിൻലാൻഡിൽ നിന്നുണ്ടായിരുന്നു. യുക്രൈന് വേണ്ട സുരക്ഷ ഒരുക്കുവാൻ യൂറോപ്പിനെ അമേരിക്ക സഹായിക്കുമെന്നാണ് പിന്നീട് ട്രംപ് പറഞ്ഞത്. ചർച്ച നല്ല രീതിക്ക് പോയെന്ന് സെലൻസ്കിയും പിന്നീട് പറയുകയുണ്ടായി. ഈ അടുത്തത് ഒരു ത്രികക്ഷി കൂടിക്കാഴ്ചയായിരിക്കും. പുടിൻ സെലൻസ്കി കൂടിക്കാഴ്ച ഓഗസ്റ്റ് അവസാനിക്കും മുമ്പ് തന്നെ ഉണ്ടാകുമെന്നുള്ളൊരു പ്രതീക്ഷയാണ് ഇപ്പോൾ വൈറ്റ് ഹൗസിന്. യുക്രൈന് ഈ ഉറപ്പു നൽകുന്ന സുരക്ഷാ ഗ്യാരണ്ടിയുടെ രൂപഘടന 10 ദിവസത്തിനകം തയ്യാറാക്കുവാൻ തീരുമാനവുമായിട്ടുണ്ട്. അമേരിക്ക നൽകുന്ന സെക്യൂരിറ്റി ഗ്യാരണ്ടിക്ക് ഇപ്പോൾ അത്ര വ്യക്തതയൊന്നുമില്ലെങ്കിലും ഭാവിയിൽ ഒരു റഷ്യൻ അധിനിവേശം തടയുവാനുള്ള സുരക്ഷ ഒരുക്കുന്നതായിരിക്കും അതാണ് സെലൻസ്കി ആവശ്യപ്പെട്ടത്. ഈ ചർച്ചയ്ക്കിടയിൽ വളരെ നാടകീയമായിട്ട് വ്ളാദിമിർ പുടിനുമായിട്ട് ഡൊണാൾഡ് ട്രംപ് ടെലിഫോണിൽ ബന്ധപ്പെട്ടു. അത് ഏതാണ്ട് 40 മിനിറ്റ് നീണ്ടുപോയി. അതുവരെയും ഓവൽ ഓഫീസിലെ യൂറോപ്യൻ നേതാക്കളും സെലൻസ്കിയും കാത്തിരിക്കുകയായിരുന്നു. പിന്നീട് ഇവർ തമ്മിലുള്ള സംഭാഷണത്തിന്റെ കാര്യങ്ങൾ ട്രംപ് വിശദീകരിക്കുകയും ചെയ്തു. ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം വൈറ്റ് ഹൗസിൽ മാധ്യമപ്രവർത്തകരെ സെലൻസ്കി കണ്ടിരുന്നു. യുക്രൈന്റെ ആവശ്യം വെടിനിർത്തലല്ല, എന്നേക്കുമായിട്ടുള്ള ഒരു സമാധാനമാണെന്നാണ് സെലൻസ്കി പറഞ്ഞത്. അതേസമയം പുടിനുമായിട്ടുള്ള ഏത് ഫോർമാറ്റിലുള്ള കൂടിക്കാഴ്ചയ്ക്കും യുക്രൈൻ തയ്യാറാണെന്ന് സെലൻസ്കി പറയുകയും ചെയ്തിട്ടുണ്ട്. നേരത്തെ ചില കണ്ടീഷൻസുകളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഉപേക്ഷിച്ച മട്ടാണ്. യുക്രൈന്റെ പ്രദേശങ്ങൾ വിട്ടുകൊടുക്കുന്നത് സംബന്ധിച്ച് ട്രംപുമായി വളരെ നീണ്ട ചർച്ച തന്നെ സെലൻസ്കി നേരത്തെ നടത്തുകയുണ്ടായിരുന്നു. അതുപോലെ ഈ യുദ്ധം അവസാനിപ്പിക്കുന്നതിന് തടവുകാരുടെ പൂർണ്ണ കൈമാറ്റം വളരെ ആവശ്യമാണെന്ന് സെലൻസ്കി എടുത്തു പറഞ്ഞു. ആദ്യത്തെ കൂടിക്കാഴ്ചയിൽ ഫെബ്രുവരിയിൽ നടന്നപ്പോൾ ഈ തടവുകാരുടെ ചിത്രങ്ങൾ സഹിതമായിരുന്നു സെലൻസ്കി ട്രംപിനെ കൺവിൻസ് ചെയ്യാൻ ശ്രമിച്ചത്. ഒരു ദിവസം മുഴുവൻ ഈ യുദ്ധ തടവുകാർ നിൽക്കേണ്ടി വരുന്നു, അവർക്ക് ഇലക്ട്രിക് ഷോക്ക് കൊടുക്കുന്നു, അവരെ പട്ടിണിക്കിടുന്നു, അങ്ങനെ വല്ലാതെ ടോർച്ചർ ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ഈ യുദ്ധ തടവുകാർക്കുള്ളത്. ഈ വൈറ്റ് ഹൗസ് മീറ്റിംഗിനിടെ ട്രംപ് യുക്രൈനിലെ അധിനിവേശ മേഖലകളും അതുപോലെ ഇപ്പോൾ യുദ്ധം നടക്കുന്ന മേഖലകളുടെയും ഒക്കെ ഒരു ഭൂപടം കാണിക്കുകയുണ്ടായി. എന്നാൽ റഷ്യയുടെ നിയന്ത്രണത്തിൽ കാണിച്ചിരിക്കുന്ന ഈ യുക്രൈന്റെ പ്രദേശത്തിന്റെ മൊത്തത്തിലുള്ള അല്ലെങ്കിൽ അതിന്റെ ശതമാനത്തോട് താൻ പൂർണ്ണമായിട്ട് യോജിക്കുന്നില്ലെന്നാണ് സെലൻസ്കി പിന്നീട് പറഞ്ഞത്. ക്രിസ്റ്റീന, ഹാഷ്മി. ന്യൂജേഴ്സിയിൽ നിന്ന് മധു കൊട്ടാരക്കരയാണ്. സീന മോദി ചോദിക്കുന്നുണ്ട്, മധു സാർ ഈ ട്രംപിനെ നേരിട്ട് കണ്ടോ? നേരിട്ട് കണ്ടു, ഇച്ചിരി ദൂരെ നിന്നിട്ടാണ്. പക്ഷേ മധു സാർ പലതവണ കണ്ടില്ലേ നേരിട്ട്? അല്ലേ? അതെ, ഒരു കൺഫ്യൂഷൻ ആയെന്ന് തോന്നുന്നു മധുചേട്ടന്. മിസ്റ്റർ മധു കൊട്ടാരക്കര, അങ്ങ് ട്രംപിനെ നേരിട്ട് കണ്ടോ എന്ന് നമ്മുടെ പ്രേക്ഷകയായ സീന മുഹമ്മദ് ചോദിക്കുന്നു. ട്രംപിനെ കാണാനായിട്ട് നേരിട്ട് കാണാൻ പറ്റിയില്ല. കാര്യം അമേരിക്കയിലെ സ്ഥിരമായിട്ടുള്ള ഏതാണ്ട് ഒരു 15-20 മുഖ്യധാര മാധ്യമങ്ങൾക്ക് മാത്രമാണ് അവിടെ പ്രവേശനം അനുവദിച്ചത്. പക്ഷെ ട്രംപ് ആകാശത്തോട് പോകുന്നത് ഞാൻ മേപ്പോട്ട് നോക്കി നിന്ന് കണ്ടു. പി ജെയിംസ് ആകാശത്തോടെ പോകുന്നതും ട്രംപ് തന്നെയാണല്ലോ അല്ലേ? പിന്നെ നമ്മൾ പറഞ്ഞതിൽ ഒരു കറക്ഷൻ പറഞ്ഞിരുന്നു, അപമാനിച്ചതല്ല, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അനാവശ്യം ഉചിതമല്ലാത്ത സമയത്ത് പറഞ്ഞ. പക്ഷെ നമ്മൾ ലോകം കാണുമ്പോൾ നമുക്ക് തോന്നിയ ആ ഒരു ഫീലാണ് നമ്മൾ പറഞ്ഞത്.